ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഞങ്ങളിപ്പം കടുവാപ്പള്ളിയിലൊക്കെ കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേരെ ഭീമാപള്ളിയിൽ കയറി, പിന്നെ അവിടെ വിഴിഞ്ഞം പള്ളിയുണ്ട്, അവിടെയൊക്കെ കയറിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ തക്കല പള്ളിയിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആറ്റാങ്കര. അവിടെ ചെന്നിട്ട് വേറെ കുറേ സ്ഥലത്തേക്ക് പോകാനുള്ള ഉദ്ദേശമുണ്ട്. അതിൻ്റെ കൂടെ ഒൻപേ ആക്കിയേക്കും അല്ലേക്ക. അങ്ങോട്ട് നിന്ന് അതിൻ്റെ കൂടെ പൊയ്ക്കൂടാ. ഒരു റോഡേ ഉള്ളൂ, അതിൽ കൂടെ ഇങ്ങോട്ട് വണ്ടികൾ വരും. റോഡെല്ലാം പണി നടക്കുകയാണ്. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. റോഡൊക്കെ പണി നടക്കുന്നത് കൊണ്ട് ചില സ്ഥലമൊക്കെ നമ്മൾ വേറെ റോഡിലൂടെയാണ് പോകേണ്ടത്. ദൂരെ അന്നേരം ചിലപ്പം കൂടുതൽ വരുമോ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കെട്ടിരിക്കാൻ. ഞങ്ങളിപ്പോൾ ഭീമാപള്ളിയിൽ എത്തിയിട്ടുണ്ട്. തിരിയൊക്കെ മേടിക്കാനായിട്ട് കയറിയതാണ്.
പട്ടണം. തേങ്ങാപ്പട്ടണം. ഞങ്ങളിപ്പോൾ തക്കല പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് എല്ലായിടത്തും പെട്ടെന്ന് കയറി അങ്ങ് പോവുകയാണ്. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ആറ്റാങ്കര പള്ളിയിലേക്കാണ്. മോളെ ബർത്ത്ഡേ ആണ് 14-ാം തീയതി. അപ്പോൾ അവിടെ ചെന്നിട്ട് മോക്ക് ബർത്ത്ഡേ ആയിട്ട് അവിടെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് ആടിനെയൊക്കെ മേടിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ വ്യാഴാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച നടത്താൻ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച തന്നെ നടത്തും, അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ചയെ പറ്റുകയുള്ളൂ. നോമ്പാണല്ലോ, അപ്പോൾ മഗ്‌രിബിനും ഇശായ്ക്കും ഇടയ്ക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ നടത്തും. നമ്മളങ്ങനെ അൽഹംദുലില്ലാ ആറ്റാങ്കര പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി പോയി റൂമൊക്കെ എടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട്. നമ്മളിപ്പോഴ് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അസർ ബാങ്കൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് അന്വേഷിച്ചു. നമ്മൾ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, മോളുടെ ജനിച്ച ദിവസമാണ് നാളെ. അപ്പോൾ അതും കൂടി ഒന്ന് നടത്താനായിട്ടാണല്ലോ വന്നത്. അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അന്ന് തന്നെ നടത്താമെന്ന് പറഞ്ഞ് നമ്മൾ ആടിനെയൊക്കെ മേടിച്ച് അവർ തന്നെ എല്ലാം പാചകം ചെയ്ത് നമ്മൾ ക്യാഷ് അങ്ങ് കൊടുത്താൽ മാത്രം മതി. അവർ പറയുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ആടിനെയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫോൺ നമ്പരൊക്കെ തന്ന് അവരെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് അത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി.
നോമ്പ് തുറയ്ക്കുള്ള സമയമായിട്ടുണ്ട്. പള്ളിയിൽ കഞ്ഞിയൊക്കെ വെച്ച് എല്ലാവരും പോയി മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇക്കായും പോയി കുറച്ച് കഞ്ഞിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് തൊട്ടിലൊക്കെ കെട്ടി മരത്തിൽ ആട്ടുകയാണ്. കുട്ടികൾ ഇല്ലാത്തവർ വന്നിട്ട് നേർച്ചയൊക്കെ പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തൊട്ടിൽ കെട്ടി ആട്ടാറുണ്ട്. നോമ്പ് തുറയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ള ഫ്രൂട്ട്സൊക്കെ പള്ളിയിൽ നിന്ന് അവിടെ നോമ്പ് തുറയ്ക്ക് കൊടുക്കുന്നുണ്ട്. മോനങ്ങനെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ബാങ്ക് കൊടുക്കാനായിട്ട്. நம்பிக்கை வைத்து உனது பொறுப்பில் எனது சகல காரியங்களை வைத்துவிட்டேன். உனது விசுத்தை கொண்டு எனது நோம்பை திறக்குகின்றேன். இதனை நோம்பை வெற்றிக் கொள்வாயாக. அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். اللهم صل على رسول سيدنا نبينا مولانا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم يكبر الله فيكبر നോമ്പൊക്കെ തുറന്നതിന് ശേഷം അവിടെ നിന്ന് അവർ വിളിച്ചത് വന്ന് പറയുകയാണ് ഇക്ക. ഇനി നമ്മളങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കവർ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണി നമ്മളെ കയ്യിൽ തരും. അപ്പോഴും പള്ളിയിലകത്ത് കൊണ്ടുപോയി യാസീനൊക്കെ ഓതിയതിന് ശേഷമാണ് അവിടെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ കയ്യിൽ കുറച്ച് ബിരിയാണി ഒരു ബേസിനിൽ തന്നിട്ടുണ്ട്. അത് പള്ളിക്കകത്ത് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് അവർ നമുക്ക് ഓതിയതിന് ശേഷമാണ് നമുക്ക് വജീനം തരുന്നത് എല്ലാവർക്കും കൊടുക്കാനായിട്ട്.
നമ്മളത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ചോറാണ് കൊണ്ടുവരുന്നത്. അതവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മോളാണ് അത് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അവർ തന്നെ കൊടുത്തോളും. മോളെ കൈകൊണ്ട് നമ്മൾ കൊടുപ്പിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ വന്ന കാര്യം റാഹത്തായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.